തലസ്ഥാനത്ത് അഭിമാനമായി നേമത്ത് സൈനിക സ്കൂൾ. മന്നം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിനോടൊപ്പം സൈനിക സ്കൂൾ ആരംഭിക്കുന്നതിനുള്ള അംഗീകാരം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും. സ്കൂളിലെത്തി സന്തോഷ നിമിഷത്തിൽ പങ്കാളിയായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിൽ മന്നം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിനോടൊപ്പം സൈനിക സ്കൂൾ ആരംഭിക്കുന്നതിനുള്ള അംഗീകാരം കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അറിയിച്ചത്. സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയും നായർ സർവീസ് സൊസൈറ്റി സ്ഥാപകനുമായ മന്നത്ത് പത്മനാഭന്റെ പേരിലാണ് ഈ വിദ്യാലയം അറിയപ്പെടുന്നത്. സർക്കാർ സ്വകാര്യ സംയുക്ത സംരംഭമായി നായർ സർവീസ് സൊസൈറ്റിക്ക് കീഴിലാണ് നിലവിൽ പ്രഥമ സൈനിക സ്കൂൾ വരിക. വിവിധ വിദ്യാലയങ്ങൾ നടത്തിവരുന്ന NSS മാനേജ്മെന്റിന് കീഴിൽ സംസ്ഥാനത്ത് നിലവിൽ വരുന്ന ആദ്യത്തെ സൈനിക സ്കൂൾ ആയിരിക്കും നേമത്ത് ആരംഭിക്കുന്നത്. സ്കൂള് സൈനിക് സ്കൂൾ ആക്കി മാറണം എന്നൊരു ആപ്ലിക്കേഷൻ കൊടുത്തായിരുന്നു. 2 ദിവസം മുമ്പ് രാജ്നാഥ് സിംഗ്ജിയും നരേന്ദ്രമോദിജിയുടെ ഇൻ്റർവെൻഷനുണ്ട് സൈനിക് സ്കൂൾ പെർമിഷൻ കിട്ടി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിൽ ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് എത്രയോ സന്തോഷവും അഭിമാനമുണ്ട്. ഇത് തിരുവനന്തപുരത്തെ ആദ്യത്തെ ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് മോഡലിൽ സൈനിക് സ്കൂൾ ആവും. തിരുവനന്തപുരത്ത് ആദ്യമായി ഒരു ബീക്കൺ ഓഫ് പേട്രിയോട്ടിസം എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറും. വരുന്ന തലമുറകളിലെ വിജയികളെയും രാജ്യസ്നേഹികളെയും സൃഷ്ടിക്കാനുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ നേമം മണ്ഡലത്തിൽ സ്കൂൾ മാറുമെന്ന് NSS നേതൃത്വം. സന്തോഷവും അഭിമാനവുമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നാടിൻ്റെ വികസനം മാത്രമല്ല നാടിൻ്റെ സുരക്ഷയ്ക്കും എല്ലാം ഉള്ള ഒരു സ്ഥാപനമാണല്ലോ ഇത്. നമ്മുടെ ഭാവി തലമുറയ്ക്കും നമ്മുടെ ഒരു പേട്രിയോട്ടിസം, രാജ്യസ്നേഹം, സുരക്ഷ ഇതിനെക്കുറിച്ചെല്ലാം ഒരു ബോധവൽക്കരണം കൂടിയാവും. നമ്മുടെ ഇളം തലമുറയ്ക്ക് ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം ഉള്ള ബോധവൽക്കരണം ആവശ്യമാണ്. അതിനും ഈ ഒരു കലാലയം അതിനും പ്രയോജനപ്പെടുമെന്നാണ് കരുതുന്നത്. നേമം മന്നം മെമ്മോറിയൽ NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ സൈനിക സ്കൂൾ അനുവദിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തെ NSS ഭാരവാഹികൾക്കൊപ്പം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലെത്തി പ്രത്യേക ചർച്ച നടത്തിയതിന്റെ തുടർച്ചയാണ് പ്രഖ്യാപനം. സന്തോഷം സ്കൂളിലെത്തിയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ആഘോഷിച്ചത്. ജനം, തിരുവനന്തപുരം.